ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ പൊന്നാച്ചിൻ്റെ പിറന്നാളാണ് കേട്ടോ. ഇന്നാണ് പൊന്നാച്ചിൻ്റെ നക്ഷത്രം വരുന്നത്. പിറന്നാൾ മിഥുനത്തിൽ ഉത്രട്ടാതി. പൊന്നാച്ചൻ നല്ല ഉറക്കുക, എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കണം, ഇനി ഒരുക്കണം. 8:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകണം. ഇവിടുത്തെ ഒരു ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് വഴിപാട് ഒക്കെ കഴിപ്പിക്കാനുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി കിടന്നപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പം മഴയില്ല. ഞാൻ ഇവിടുത്തെ ക്ലൈമറ്റ് കാണിക്കാം. ഗുഡ് മോർണിംഗ് പൊന്നാച്ച. സുന്ദരി സുന്ദരി മണിയേ പൊന്ന, ഇത് പൊന്നിൻ്റെ പിറന്നാളാണ്. ഉച്ചോ ഉച്ചോ എന്നപ്പോ പിറന്നാളാണ് പൊന്നിൻ്റെ. അമ്മ സുണ്ടേരിയുടെ അമ്മ ഷൂട്ടീൻ്റെ ഉണ്ടോ? ആരാ മോനെ അത്? അപ്പ വാ, കുളിക്കണ്ടേ? വാ, പൊന്നിന് കുളിക്കണ്ടേ? വാ, അമ്പാട്ടി തൊഴാൻ പോവാം നമുക്ക്. അങ്ങനെ പൊന്നാച്ചനെ എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേച്ച് അമ്മയാണ് കേട്ടോ അവളെ കുളിപ്പിച്ചത് രാവിലെ. അപ്പോൾ ചെറുതായിട്ട് ജലദോഷം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തല കഴുകിയില്ല. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളൊരുക്കാണ് കേട്ടോ. അങ്ങനെ പൊന്നാച്ചൻ കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങി എല്ലാം സെറ്റായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ പുതിയ പട്ടുപാവാടയാണ് കേട്ടോ. അവളെ ഒരുക്കി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ മുഖം കലിപ്പിലായിരിക്കുന്നത്. അത് എഴുന്നേറ്റപ്പോൾ കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അങ്ങനെ ആയത്. ഗൈസ്, ഇതാണ് അമ്പലം. നമ്മുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ് മതി നടന്നും പോവാം. പക്ഷെ നമ്മൾ കുഞ്ഞുള്ളതുകൊണ്ട് ഓട്ടോയ്ക്കാണ് പോയത്. അപ്പോൾ രാവിലെ ഞങ്ങളുടെ കൂടെ അമ്പലത്തിൽ വന്നിട്ട് വേണം അമ്മയ്ക്ക് അംഗനവാടിയിലോട്ട് പോകാൻ. അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ ഇങ്ങി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൊന്നാച്ചനെയും കൊണ്ട് തൊഴുതെല്ലാം കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിടെ എല്ലാം വലം വെച്ചു. പൊന്നാണെങ്കിൽ അതിലൂടെ ഓടി നടക്കുമായിരുന്നു. മഴയായതുകൊണ്ട് തെന്നിക്കിടക്കുമായിരുന്നു കേട്ടോ. അമ്പലത്തിലോട്ട് കയറാൻ നേരം പൊന്നാച്ചി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അകത്ത് കയറിയപ്പം തിരുമേനിയെ കണ്ടപ്പം ആളുടെ മുഖഭാവം അങ്ങ് മാറിപ്പോയി. അതാ മുഖം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇരുന്ന പായസവും പ്രസാദവും ഒക്കെ തിരുമേനി എടുത്തു തന്നു കേട്ടോ. നമ്മൾ പൊന്നാച്ചൻ്റെ പേരിൽ വഴിപാട് കഴിപ്പിച്ച് മേടിച്ചത് പാൽപ്പായസമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് കടുമധുര പായസം നമുക്ക് പ്രസാദമായിട്ട് തന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ പായസം അത് വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലോ. പൊന്നാച്ചൻ അത് ഇഷ്ടപ്പെട്ടു. ഞങ്ങളും പിന്നെ അത് അവിടെ നിന്ന് ഇച്ചിരി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഗൈസ്, ഇതാണ് അമ്പലം, നമ്മുടെ തിരുവമ്പല്ലൂരുള്ള ശിവക്ഷേത്രം. ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ അധികം ആൾക്കാരൊന്നും വരത്തില്ല. പക്ഷേ അമ്പലം അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ അടിപൊളി വൈബാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട്
വീടെത്തിയിരിക്കുന്നു. വാ, നടന്നു വാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇനി പൊന്നാച്ചിന് ഫുഡ് കൊടുക്കണം. ഉച്ചയ്ക്ക് സദ്യ ഉണ്ട്. സദ്യ എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ളൊരു സദ്യയാണ്. പൊന്നാച്ച കണ്ട് ഇവിടെ ഇരുന്ന് കളിക്കുക. കാണിക്കാവേ പൊന്നാങ്കളി. പൊന്നാച്ച പോയി. പൊന്നാച്ച എടുക്ക്. ആ കഴിക്കേ. വായിലിട്. കടി കടിച്ച് ഓ അങ്ങനെ പൊന്നാച്ചന് ഇലയിൽ പിറന്നാൾ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. ആദ്യമേ അവളത് കണ്ടപ്പം മൊത്തത്തിൽ മറിച്ച് താഴെയിട്ടു. പിന്നെ ഞാനതൊരു വിധത്തിലെല്ലാം റെഡിയാക്കി കൊടുത്ത് ഇരുത്തി എങ്ങനെയൊക്കെയോ അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് മനസ്സിലായത് കഴിക്കേണ്ട സാധനമാണ്. പിന്നെ കുറച്ചൊക്കെ വായിൽ ഇങ്ങനെ കൈ കൊണ്ട് എടുത്തെടുത്ത് കഴിച്ചു. പപ്പടമൊക്കെ കഴിച്ചു. പിന്നെ ചോറൊന്നും അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഞാൻ ഇച്ചിരി വാരി കൊടുക്കുമായിരുന്നു. പിന്നെ അത് ചോറിൻ്റെ അഭിഷേകമായിരുന്നു അവിടെ എല്ലാം കേട്ടോ. ചോറെല്ലാം അവിടെ ഇട്ടിട്ട് ആൾ എഴുന്നേറ്റ് ഓടി നടക്കുമായിരുന്നു. അവസാനം മുണ്ടൊക്കെ അഴിഞ്ഞു പോയി. പിന്നെ ഞാൻ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെ ഉടുപ്പിച്ചു. പിന്നെ അവിടെ കൊണ്ടുവന്നിരുത്തി. എന്നിട്ടും അവൾ കഴിച്ചില്ല. എന്നിട്ടും ഓടി നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ആദ്യമായിട്ടല്ലേ, പിന്നെ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ. പിന്നെ അവൾ ചോറെടുത്ത് ഓടി നടന്ന് അച്ഛനും വായിൽ ഇച്ചിരി വെച്ച് കൊടുത്തു. പിന്നെ എൻ്റെ അടുക്കലോട്ട് വന്നു. എനിക്കും എൻ്റെ വായിൽ ഇച്ചിരി വെച്ച് തന്നു. അങ്ങനെ എല്ലാവർക്കും അങ്ങ് കൊടുക്കും കേട്ടോ. അങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഇഷ്ടപ്പെട്ടോ പാശം? ഇഷ്ടപ്പെട്ടോ? ഗൈസ്, ഇലയോടെ തിരിച്ചിട്ടിട്ട് ഇവിടെ ഇരിക്കുക. ചോറ് ഒരു തുള്ളി പോലും കഴിച്ചില്ല. എന്നിട്ട് എൻ്റെ പായസവും പപ്പടവും കഴിച്ചിട്ട് ഇവിടെ ഒരാളിരിക്കുക. ചോറൊരു തുള്ളി പോലും കഴിച്ചില്ല. ഇലയോടെ തിരിച്ചിട്ടിട്ടിരിക്കുക. കുഞ്ഞാപ്പി പായസവും പപ്പടവും കഴിച്ചു. മോനെ, പായസം ഇഷ്ടപ്പെട്ടോ? പായസം, പപ്പടം, പായസം ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഒരു ഹായ് കൊടുത്തേ. ഒന്ന് ചിരിച്ചേ. ഒരു ഹായ് കൊടുത്തേ. ഹായ് 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 ഹായ്. ഇവിടെ നോക്ക്, വേണ്ടേ? ഇവിടെ നോക്കി കൊടുക്ക്. ഹായ് കൊടുത്തേ. ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ ആണോ? ഗുഡ് ഗേൾ. ഗായ്സ്, അപ്പോൾ പൊന്നാച്ചിൻ്റെ പിറന്നാളിൻ്റെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വൈൻഡപ്പ് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.